ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലാറാവലിന്റെ ബേസിക് റൂട്ട് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇൻഡെക്സ്, ക്രിയേറ്റ്, സ്റ്റോർ, എഡിറ്റ്, അപ്ഡേറ്റ്, ഷോ, ഡിലീറ്റ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനും ഓരോ റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. പക്ഷെ അതിന് പകരം നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാണ്. റിസോഴ്സ് എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റ് ആവും. അപ്പൊ നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്ത് നോക്കാം ടെർമിനലില്. അപ്പൊ PHP ആർട്ടിസൺ റൗട്ട് ലിസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് കാണാം ഓരോന്നിനും ഓരോ റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ സ്ലാഷ് കൊടുത്തു. അപ്പൊ അതിന്റെ കൺട്രോളർ അറ്റ് ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്തു. എബൌട്ടിനാണെങ്കിൽ എബൌട്ട്. ഇതുപോലെ തന്നെ ക്രിയേറ്റിനും ഡിലീറ്റ്, ഷോതിനൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമല്ലോ. പക്ഷെ അതിന് പകരമാണ് നമ്മളിവിടെ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കസ്റ്റമർ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ PHP ആർട്ടിസൺ മേക്ക് കൺട്രോളർ കസ്റ്റമേഴ്സ് കൺട്രോളർ -r. -r എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്. അപ്പോൾ ഈ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാതും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് -r റിസോഴ്സ് കൊടുത്തേണത്. അപ്പോൾ നമുക്ക് കൺട്രോളർ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാം കസ്റ്റമേഴ്സ് കൺട്രോളർ .phpയിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ആയത്. ഷോ, എഡിറ്റ്, അപ്ഡേറ്റ്, നമുക്ക് വേണ്ട ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി. അതിനുശേഷം web.phpയിൽ നമ്മൾ റൗട്ട്, റിസോഴ്സ്, അതുപോലെ തന്നെ പേര് കൊടുക്കുക, കസ്റ്റമേഴ്സ്, അതുപോലെ പാത്ത് കൊടുക്കുക. കൺട്രോളർ വരെയുള്ള പാത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പേജസ് കൺട്രോളറിന് പകരം നമുക്ക് നമ്മുടെ കൺട്രോളറിന്റെ പേര് കസ്റ്റമേഴ്സ് കൺട്രോളർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കത് ഒന്നുകൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. PHP ആർട്ടിസൺ റൗട്ട് ലിസ്റ്റ്. അപ്പൊ നമുക്ക് കാണാം ഓരോന്നിനും ഓരോ റൗട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ്, എഡിറ്റ്, കണ്ട, ഇൻഡെക്സ്, സ്റ്റോർ, ക്രിയേറ്റ്, ഷോ, അപ്ഡേറ്റ്, ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റഡ് ആയി റിസോഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണ്ട, അതിന് പകരമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷനാലിറ്റി ആണ്. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഹോം പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ വ്യൂസിൽ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് index.blade.php കൊടുക്കാം. ഫയൽ ക്രിയേറ്റ് ചെയ്യാം, index.blade.php. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് എഴുതാം, ഇൻഡെക്സ് കസ്റ്റമർ. അതിനുശേഷം നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ വ്യൂ കസ്റ്റമേഴ്സ് ഇൻഡെക്സ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫോൾഡർ നെയിം .ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡെക്സ് കസ്റ്റമേഴ്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ പാത്ത് വന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് റിസോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ ടെർമിനലിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇൻഡെക്സിനാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ പാത്താണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ഡാറ്റാബേസിലത്തെ വാല്യൂസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകണം ഇൻഡെക്സ് പേജിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് നമുക്ക് ഫ്രണ്ട് പേജിൽ, ഹോം പേജിൽ നമുക്ക് വരുത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ വേരിയബിൾ കൊടുക്കുക, കസ്റ്റമേഴ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കൊടുത്ത പോലെ മോഡൽ നെയിം കസ്റ്റമർ ഓൾ കൊടുക്കുക. അതിന് മുമ്പ് നമുക്ക് പാത്ത് കൊടുക്കണം. ആപ്പ് മോഡൽസ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ കോമ്പാക്റ്റ് കൊടുക്കുക. അതിൽ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുക. അത് ഡോളർ ഇല്ലാണ്ട് കൊടുക്കുക, കസ്റ്റമേഴ്സ് എന്ന് കൊടുക്കുക. വേരിയബിൾ നെയിം എന്താ ഇവിടെ കൊടുത്തേ, കസ്റ്റമേഴ്സ്. ഓക്കെ, അതിനുശേഷം index.blade.phpയിൽ നമുക്ക് ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പാണ് ജസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടേബിളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്യാണ്. ഓക്കെ, CSS കോപ്പി ചെയ്തു. അതിനുശേഷം ടൈറ്റിൽ മാറ്റാം, കസ്റ്റമേഴ്സ്
അതിനുശേഷം നമുക്ക് ടേബിളിൻ്റെ ഫോർമാറ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഈച്ച് ആണ് ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലേസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോർ ഈച്ച് കൊടുക്കാം. അറ്റ് ഫോർ ഈച്ച് കസ്റ്റമേഴ്സ് ആസ് കസ്റ്റമർ കൊടുക്കാം. അതുപോലെ തന്നെ എൻഡ് ഫോർ ഈച്ച് കൊടുക്കാൻ മറക്കരുത്. എൻഡ് ഫോർ ഈച്ച്, അറ്റ് എൻഡ് ഫോർ ഈച്ച്. ഇനി നമുക്ക് ഓരോ റോയിലും ഓരോ കോളം നമുക്ക് വരുത്തണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ കസ്റ്റമർ ഐ ഡി, നമുക്ക് ഐ ഡി വരുത്തണം. പിന്നത്തെ കോളം ഫസ്റ്റ് നെയിം, പിന്നത്തെ കോളം ലാസ്റ്റ് നെയിം, പിന്നത്തെ കോളം പ്ലേസ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഐ ഡി കൊടുക്കാം. നെക്സ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് നെയിം, നെക്സ്റ്റ് കസ്റ്റമർ ലാസ്റ്റ് നെയിം. ഓരോ കോളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുത്താലും മതി. കസ്റ്റമർ പ്ലേസ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഔട്ട്പുട്ട്. ടേബിൾ പോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലേസ് വന്നു. ഡാറ്റാബേസിലുള്ളതെല്ലാം പ്രിൻ്റായി വന്നു. നെക്സ്റ്റ് നമുക്ക് ഷോ ഫങ്ഷണാലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ആ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ഇപ്പോൾ ആപ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഇവിടെ ഒരു ഐ ഡി നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആ ഐ ഡിയിലത്തെ പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അപ്പം അതിന് മുന്നായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കസ്റ്റമർ ഷോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ക്ലിക്കബിൾ ആക്കണം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം നമുക്ക് ചെയ്ത് മാറ്റി നോക്കാം. അപ്പോൾ HTML ടാഗാണ് ഇവിടെ കൊടുക്കുന്നത്, href ക്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നേരത്തെ കണ്ട പോലെ തന്നെ കസ്റ്റമേഴ്സ് സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ കസ്റ്റമർ ഐ ഡി ആണ് കൊടുക്കുന്നത്. ഷോവിൻ്റെ കേസിൽ കസ്റ്റമർ ഐ ഡി. അതിനുശേഷം എ ടാഗ് ക്ലോസ് ചെയ്യുക. എ ടാഗ് നമ്മൾ അറ്റത്ത് ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിക്കബിൾ ആയി. ഓക്കെ, ആപ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കാണാം അതിൻ്റെ ഐ ഡി. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിട്ടേൺ ചെയ്ത് നോക്കാം ആ ഐ ഡി. ഇപ്പോൾ URL ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോയിൽ എഡിറ്റിലല്ല, ഷോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിട്ടേൺ ഐ ഡി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഐ ഡി പ്രിൻ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ ആപ്പിൾ എടുക്കുമ്പോൾ ID 1, അതുപോലെ തന്നെ തേർഡ് ആണെങ്കിൽ തേർഡ് ID വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐ ഡിക്ക് പകരമായിട്ട് ഐ ഡിക്ക് തുല്യമായിട്ടുള്ള കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റിട്ടേൺ മോഡൽ നെയിം കൊടുക്കുക. നമ്മൾ കസ്റ്റമറിനാണ് നമ്മുടെ മോഡൽ നെയിം. ഫൈൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് ID കൊടുക്കാം, $ID. ഓക്കെ, അപ്പോൾ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ആപ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, ആപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ID ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലേസ് ഓക്കെ ഒക്കെ ക്രിയേറ്റ് ആയി വന്നു. ഇതെല്ലാം ഡാറ്റാബേസിലത്തെ പ്രിന്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഷോന് വേണ്ടിയിട്ടുള്ള വ്യൂ ഉണ്ടാക്കാം. അപ്പോൾ വ്യൂസിൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ show.blade.php. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ HTML5 കണ്ടന്റ് എഴുതാം. അതിനുശേഷം അതിന് മുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു വേരിയബിൾ കൊടുക്കുക, മോഡൽ നെയിം കൊടുക്കുക. അതിനുശേഷം റിട്ടേൺ വ്യൂ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് customers.show കൊടുക്കുക. അതിനുശേഷം കോമ്പാക്റ്റ് കൊടുക്കുക, വേരിയബിൾ നെയിം കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഇനി നമുക്ക് ഷോ ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിയിൽ നമുക്ക് ഷോ കസ്റ്റമർ ടൈറ്റിൽ കൊടുക്കാം. ബോഡിയിൽ നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്ത് വരേണ്ടത്, ഇപ്പോൾ കോളം ആണെങ്കിൽ കോളം, ഫസ്റ്റ് നെയിമിൻ്റെ കോളം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നെയിമിൻ്റെ കോളം. അപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ കോളം കിട്ടാനായിട്ട് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നെയിം കസ്റ്റമർ ഫസ്റ്റ് നെയിം. ഇപ്പോൾ ലാസ്റ്റ് നെയിമിനാണെങ്കിൽ ലാസ്റ്റ് നെയിം കൊടുക്കാം, ഫസ്റ്റ് നെയിമിന് പകരം ലാസ്റ്റ് നെയിം. പ്ലേസ് ആണെങ്കിൽ അതുപോലെ തന്നെ കൊടുക്കാം. ബ്രേക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലേസ് ഒക്കെ പ്രിൻ്റ് ആയി വന്നു. ജസ്റ്റ് നമുക്ക് ഗ്രേപ്സ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലേസ് ജസ്റ്റ് ഞാനൊന്ന് അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ്, സേവ്, എഡിറ്റ്, ഡിലീറ്റ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. താങ്ക്